നായർ സാബു പോലെയുള്ള വലിയ പട്ടാള വേഷങ്ങൾ ചെയ്ത് ഇങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പട്ടാള വേഷം ചെയ്തപ്പോൾ ഉണ്ടായ ഞാൻ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചെല്ലാം ഹാർഡാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പവും കുറച്ചുകൂടെ ഒരു റീഇൻവെൻറ്റ് ചെയ്യുന്നതുമായി എന്നെ തന്നെ സ്വയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വേഷമാണ് പട്ടാഭിരാമ അയ്യരുടെ. കാരണം സെൽഫ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കഥാപാത്രത്തിനും സെൽഫ് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ പട്ടാഭിരാമ അയ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, ഒരു റോ ഓഫ് അയ്യരുണ്ട്, കുറേ പട്ടാളക്കാരുണ്ട്, ഇത് രണ്ടും കൂടെ ഒരു അങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊരു കുറേ അയ്യർമാർ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ മിലിറ്ററി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മിലിറ്ററിക്കാരനായ അയ്യർ ആദ്യമാണ്, അത് വേണമെങ്കിൽ ഒരു ചേഞ്ചായിട്ട് കൂട്ടാം. പക്ഷേ ലൈറ്റ് ഹാർട്ടഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും റിയലാണ്, ശരിക്കുള്ള മനുഷ്യരെ തന്നെ കാണിക്കുന്നത്. ഈ സമാധാന സേന എന്നല്ല ശരിക്കും പറയുന്നത്, ഇത് ഫ്രണ്ട്ലി ഫോഴ്സാണ്. രാജീവ് ഗാന്ധി പ്രത്യേകമായിട്ടുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫോഴ്സാണ്. അതായത് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന, അവരുമായിട്ട് വളരെ സൗഹൃദത്തിൽ പോകുന്ന ഒരു സൗഹൃദ സേനയായിട്ടാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. കാരണം റാപ്പിഡ് ആക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും അവർ ഇപ്പോൾ നമ്മളൊരു ബോർഡർ എന്നൊരു ഫോഴ്സ് വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വളരെ വെരി ഈസിലി ആക്സസിബിൾ റീച്ചബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മുടെ അവർക്ക് കുറച്ച് നാടുമായിട്ട് പഴക്കം ഉണ്ടാവണം. അതായത് നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കാണ് ഈ ഫോഴ്സ് ഉപയോഗിക്കുന്നത്, മറ്റത് അതിർത്തിയിലല്ലേ, രാജ്യാന്തര പ്രശ്നങ്ങളാണ്. അപ്പോൾ കുറച്ചുകൂടെ പരിചയവും ആളുകളെ കണ്ടാൽ മനസ്സിലാകുന്ന ഫോഴ്സിനെ വേണം. പിന്നെ ഒരിക്കലും അവർക്ക് ഭയം ഉണ്ടാവരുത്, ഭീതി. അതായത് പട്ടാളത്തിൻ്റെ ജനങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളോട് അവർ പറയുന്ന ഈ പറഞ്ഞ പോലെ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, ഇപ്പോൾ ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ ചില സംഭവങ്ങൾ നാട്ടിലുണ്ടാകുന്ന ഈ വീട് കെട്ടിക്കൊടുക്കാനും പാലം കെട്ടിക്കൊടുക്കാനും അവരുടെ ചെറിയ ചെറിയ ഈവൻ ബില്ല് പേ ചെയ്യാൻ പോലും, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ പോലും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ ആൾക്കാർ പോയിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമിളച്ച് കാത്തിരിക്കുന്നവനാണ് പട്ടാളക്കാർ. പക്ഷേ അത്രയൊന്നും റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നില്ല. അത് മഞ്ഞും മഴയും വെയിലും ഭക്ഷണവും ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഞാൻ ഇപ്പോൾ ഈ സിനിമയ്ക്കെല്ലാം ഞാൻ ബോർഡറിൽ ഷൂട്ട് ചെയ്ത സിനിമയുണ്ട്, സൈന്യം പോലത്തെ സിനിമ. അവിടെയൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പട്ടാളത്തിൽ ചേരുന്നത് ഒരു അവസാനത്തെ ആശ്രയമായിട്ട് പോലും നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അത്ര കഠിനമാണ് അവരുടെ ജീവിതം. ഇവർ നമ്മൾ തിരിച്ചറിയുന്ന മുഖങ്ങളിപ്പോൾ മമ്മൂട്ടിയും നമ്മളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കണ്ടാൽ തിരിച്ചറിയും. യൂണിഫോം ഇട്ട ഒരു വലിയ ബറ്റാലിയൻ ഓഫ് ഓഫീസേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും ഒരു മുഖമാണ്. നമ്മുടെ ഒരുപക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ ഒരു വെടിവെച്ച പോലെ നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലെന്ന് പറയുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ കുറച്ചുകൂടെ പേട്രിയറ്റിക് അല്ലേ നമ്മളെക്കാളും ഇന്ന് തോന്നിപ്പോകുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണികളുമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണി മുഴക്കുന്നതല്ലാതെ. ഒരു വിദേശ ഭീഷണിയോ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും അതിനെ ബ്ലോക്ക് ചെയ്യാണ് അല്ലേ, ബൈ എയർ, ലാൻഡ് ആൻഡ് വാട്ടർ അല്ലേ. അങ്ങനത്തെ ഒരു വലിയ ഫോഴ്സ് നമുക്കില്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന പോലെ ഒരു അസ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നു. ഇപ്പം നമ്മുടെ ദുസ്വാതന്ത്ര്യം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് പട്ടാളക്കാരൻ നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നവരാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ മലയാളികളോട് ഈ സ്റ്റുഡൻസ് ഉള്ളിയുടെ ഈ എപ്പിസോഡിൽ കൂടി നമുക്കൊരു ആഹ്വാനം കൂടി നടത്താം. ഞാൻ ആഹ്വാനമൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവരോട് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതൊരു പ്രസ്താവനയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പട്ടാളം സിനിമയുടെ മഹത്വം മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ പട്ടാളം എന്ന് പറയുന്ന നമ്മുടെ പട്ടാളത്തിലെ സിനിമ നമ്മൾ ഒരു ഫോഴ്സ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. മറ്റേ മിലിറ്ററി അല്ല ശരിക്കും, ദി ആർമി അല്ലെങ്കിൽ ദി ഫോഴ്സ് അല്ല. പട്ടാളം എന്ന് നമ്മൾ അതേ വരുന്നൊരു പട്ടാളം ആൾ വന്നു എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഒരു പട്ടാളം, അങ്ങനെ നമ്മളൊരു പ്രയോഗം, അതേ ഉള്ളൂ പട്ടാളം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളോട്, ഈ ചെറുപ്പക്കാരോട് പറയുന്നത്, എല്ലാവരും പട്ടാളത്തിൽ ചേർന്ന് നാടിന് വേണ്ടി പടവെട്ടണമെന്നല്ല. പക്ഷേ ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഈ കാരറ്റ്സ് ഉണ്ടല്ലോ, NCC കാരറ്റ്സ്, പക്ഷേ അത് ഇപ്പോൾ കോളേജുകൾ ഉണ്ടോയെന്ന് പോലും, ഞാനൊക്കെ NCC ചേരാതെ വിളിച്ചു നടന്ന ആളാണ്, പേടിച്ചിട്ട്, വേറെ ഒന്നുമല്ല, ചവിട്ടണമല്ലോ. പക്ഷേ എന്നാലും ഐ എം വെരി പ്രൗഡ് ഓഫ് യു മൈ ബ്രദേഴ്സ്. സാല്യൂട്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഈ ആർമി എന്ന്, ഞാൻ പട്ടാളത്തിൽ ചേരാൻ പറയില്ല, ആർമി എന്ന് പറഞ്ഞാൽ ഒരു മോശം ജോലിയല്ലേ. ഇപ്പോൾ യു ആർ പെയ്ഡ് വെൽ, ലുക്ക്ഡ് ആഫ്റ്റർ വെൽ ആൻഡ് റെസ്പെക്റ്റഡ്. നമുക്കിവിടെ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ മേജറും ഒക്കെ ആണെങ്കിലും ഒക്കെ ഇട്ട ആൾക്കാരുണ്ട്. പക്ഷേ അവരെ കാണുമ്പോൾ എനിക്ക് അവരോട് അസൂയൊന്നും തോന്നിയില്ലെങ്കിലും അഗെയിൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവരോട് വളരെ ബഹുമാനം തോന്നുന്നുണ്ട്. കാരണം നമുക്കൊന്നും ആകാതിരുന്നത്, ഇപ്പോൾ ഞാനൊരുത്തൻ മമ്മൂട്ടിയായെന്നേ ഉള്ളൂ, മറ്റു പലരും വലിയ വലിയ ആൾക്കാരായിട്ടുണ്ട്. എന്നാലും ഞാനിപ്പോൾ ആ ആർമിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ കാണുമ്പോൾ, അന്ന് NCC ചവിട്ടുമ്പോഴും ഈ താല്പര്യം കാണിക്കുമ്പോഴൊക്കെ നമുക്ക് ഇവനോടൊക്കെ പുച്ഛമാണ്.
നമ്മളൊക്കെ വലിയ കലാകാരന്മാരായിട്ട് ഗോഷ്ഠി കാണിച്ച് നടന്നതാണ്. പക്ഷേ ഇവർക്കും അവരുടേതായ കോൺട്രിബ്യൂഷൻ ടു ദ നേഷനില്ലേ എല്ലാവർക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പേട്രിയോട്ടിസമാണ്. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നില്ല, നമ്മൾ നമ്മളെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ ഏറിയാൽ നമ്മളിൽ ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കും, അല്ലെങ്കിൽ പെൺകുട്ടി ഒരു ആൺകുട്ടിയെ സ്നേഹിക്കും. അതിനപ്പുറത്തോട്ട് സ്നേഹമില്ല. സ്നേഹം തന്നെയാണ് നമ്മൾ പരസ്പരം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു സംസ്കാരം എന്ന് പറയുന്നത് കൺസേൺ ഫോർ അതേഴ്സാണ്. അത് നമുക്കുണ്ടാകാനാണ് വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ പറ്റി ബോധവാന്മാരാകുക, അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ രാജ്യത്ത് എല്ലാ മതവും ജാതിയും പുണ്യവും ദൈവവും ഒക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് പുണ്യം. അല്ലാതെ ദൈവത്തിൻ്റെ പണ്ടാരപ്പെട്ടിയിൽ പണമിടുന്നതല്ല പുണ്യമാണ്. ഏതായാലും സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം.